പ്രിയ കൂട്ടുകാരെ, ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടി എല്ലാവരും ഇപ്പം വീട്ടിലിരിക്കുകയായിരിക്കൂലേ. അപ്പോൾ തിങ്കളാഴ്ച തൊട്ടിട്ട് എല്ലാവർക്കും എന്താണ് പ്രവേശനോത്സവമായില്ലേ. എന്ത് രസമായിരിക്കും സ്കൂളിൽ. നല്ല ഡ്രസ്സ് ഇട്ട് നല്ല പുള്ളിക്കൊടയൊക്കെ ചൂടി കൂട്ടുകാരോടൊപ്പം എന്താണ് മഴയത്ത് നല്ല രസമായിരിക്കും സ്കൂളിൽ പോകാനൊക്കെ അല്ലേ. അപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ കളി മാത്രം പോരല്ലോ, നമുക്ക് കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ആദ്യമായിട്ട് ഇമ്പക്ക് എന്ത് ചെയ്യുക, 2ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാഠമുണ്ടല്ലോ മലയാളത്തിലെ, ആ പദ്യം ഒന്ന് നമുക്ക് പാടി നോക്കിയാലോ. അപ്പോൾ എൻ്റെ കേരളം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഗോപാലകൃഷ്ണൻ കോലഴി എന്ന് പറഞ്ഞ കവിയാണിത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ കേരളം എല്ലാ കൂട്ടുകാർക്കും അറിയാലോ, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, നമ്മുടെ നാട് എന്താണ് കേരളമാണെന്നൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ അല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തിനെ പറ്റി ഒരുപാട് കവികൾ വർണ്ണിച്ചെഴുതിയിട്ടുണ്ട്. എന്താ വർണ്ണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അറിയോ, നന്നാക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളം എന്താണ് നല്ല ഭംഗിയാണ് കാണാൻ, പച്ചപ്പും തോടും പുഴകളും ഒക്കെ നിറഞ്ഞതാണ്. ഇപ്പം കൂട്ടുകാർക്കൊക്കെ അറിയാലോ, പുഴകളും തോടും ഒന്നും അറിയാത്ത ആരും ഇപ്പം ഉണ്ടാവില്ലല്ലേ. മഴ പെയ്താൽ നിങ്ങളിൽ കുറേ ആളുകളൊക്കെ എന്തിന് പോയിട്ടുണ്ടാവും, മീൻ പിടിക്കാനൊക്കെ പാടത്തൊക്കെ പോയവരുണ്ടാവും. അപ്പോൾ എന്താണ്, നമ്മളിനി പാടത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഒന്ന് പാടി നോക്കാം. പാടും പുഴകളും തോടും മോടി കൂടും മലരണിക്കാടും, നീളെ കളകളം പാടും കാട്ടു ചോലയുമാമണിമേടും, വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും, കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും, പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും, നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. അപ്പം കേരളത്തിൻ്റെ ഈ ഭംഗിയെ പറ്റിയാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കൊന്ന് നോക്കാം. പാടും പുഴകളും തോടും മോടി കൂടും മലരണിക്കാടും. എന്തൊക്കെയാ നമ്മുടെ കേരളത്തിലുള്ളത്? പാടും പുഴകളും, നല്ല പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടും, പിന്നെ എന്താ ഉള്ളത്, കൂടും മലരണിക്കാടും, പിന്നെ നല്ല കാടില്ലേ. കാട് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എന്താണ് ആദ്യം വരിക മനസ്സിലേക്ക്, ഒരു ഭയം അല്ലേ. എന്നാലും നമുക്ക് ആ കാട്ടിലുള്ള ആരൊക്കെ ഇഷ്ടമാണ്? ആനയെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? കാട്ടിൽ എന്തൊക്കെ ഉണ്ടാവും, വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. എന്നാലും എന്താണ്, കാട് നമുക്ക് ഇഷ്ടം തന്നെയാണ്. നീളെ കളകളം പാടും കാട്ടു ചോലയുമാമണിമേടും. പിന്നെ കാട്ടിലേക്ക് പോയാൽ നമ്മളൊന്ന് കാടിൻ്റെ ഉള്ളോട്ടൊന്നും അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടാവില്ല, നമുക്ക് പേടിയല്ലേ. എന്തൊക്കെ ഉണ്ടാവും അവിടെ കാട്ടിൽ? സിംഹം ഉണ്ടാവും, പുലി ഉണ്ടാവും, പിന്നെ എന്തൊക്കെ ഉണ്ടാവും, കടുവയൊക്കെ ഉണ്ടാവൂലേ, നമ്മളെ പിടിച്ച് തിന്നൂലേ കാട്ടിൽ പോയാൽ. അപ്പം എന്താണ്, എന്നാലോ കാട്ടിൻ്റെ ഉള്ളോട്ടൊക്കെ പോയാൽ എന്തുണ്ടാവും, നല്ല പാട്ട് പാടുന്ന ചോലകൾ ഉണ്ടാകും. ചോല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന പിന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വയനാടൊക്കെ പോയവരാണെങ്കിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാവും, നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങനെ ചുരമൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. പിന്നെ കടൽ കാണാത്തോലായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. കടൽ കാണാൻ പോവുകയും കടപ്പുറത്ത് കളിക്കുകയൊക്കെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ലല്ലോ ഇപ്പം കൂട്ടുകാരെ. അപ്പോൾ കടലിനെ പറ്റി എന്താ കവി പറഞ്ഞത്? വെള്ളിയരഞ്ഞാണ് പോലെ. നമ്മൾ കാലിലൊക്കെ കൊലുസിടല്ലേ, പാദസരം നല്ല വെള്ളീൻ്റെ അതേപോലെ കളറുള്ള നല്ല അരഞ്ഞാണ് പോലെയാണ് എന്ത് നമ്മളെ കടൽ എന്നാണ് ഈ കവിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെയോ കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും. പിന്നെ കായലുകളിലെ മീൻ പിടിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളാണ്. കായലിൽ നിന്ന് ഇഷ്ടംപോലെ മീനുകളൊക്കെ കിട്ടും. അതുപോലെ കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയാം, വിശാലമായി കിടക്കുന്ന വെള്ളം ഇങ്ങനെ കാണാൻ, കായൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നീലാമലയും, മലയ്ക്ക് നീല നിറായിട്ടല്ലോ നീലാമല എന്ന് പറയുന്നത്, അത്രയ്ക്കും പച്ചപ്പിൽ കാണാൻ നല്ലതായി നിൽക്കുന്ന ആ ഒരു മലേൻ്റെ സൗന്ദര്യം ഉണ്ടല്ലോ,
അതാ കവി പറഞ്ഞിരിക്കുന്നത്. നീലമലയും പിന്നെയോ നീളെ കോരിത്തരിക്കും വയലും. പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ കാണാം വയലുകളിലെ. വയലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷി ഇറക്കുന്ന സ്ഥലങ്ങൾ. നമുക്ക് ഭക്ഷണത്തിന് വേണ്ട എന്തൊക്കെ സാധനങ്ങളിലെ പഴം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വാഴ കൃഷി ചെയ്യണമെങ്കിൽ പാടത്താണ് കൃഷി ചെയ്യുക കൂടുതലും. പിന്നെയോ നെല്ല്, നമുക്ക് അരി വേണ്ടേ? അരിക്ക് വേണ്ടുന്ന നെൽകൃഷിയൊക്കെ ഉണ്ടാക്കുന്നത് എവിടെയാണ്? നമ്മുടെ വയലുകളിലാണ്. അപ്പോൾ കോരിത്തരിക്കും വയലും. പിന്നെയോ പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും. അപ്പം പീലി നിവർത്തി നിന്നാടുന്ന പറയുന്നത് എന്താണ്? കേരമരതകം. നമ്മുടെ തെങ്ങുകൾ ഉണ്ടാവുമല്ലോ, ഒരു തെങ്ങെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ മുറ്റത്തൊക്കെ അല്ലേ. അപ്പം തെങ്ങോല കാറ്റടിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ആടിക്കളിക്കുന്നത്. ഇപ്പം കാറ്റൊക്കെ ഉള്ള സമയം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ആടിക്കളിക്കുന്നത് കാണാം. അത് കണ്ടപ്പം കവിക്ക് എന്തുപോലെയാ തോന്നിയത്? മയില് പീലി നിവർത്തി നിന്നാടുന്നത് പോലെയാണ് തോന്നിയത്. അപ്പം മയില് ഞങ്ങൾ ചിത്രത്തിലെങ്കിലും നേരിട്ട് കാണാത്തവരാണ്, ചിത്രത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പം പിന്നെ എന്താണ്, എല്ലാം നമുക്ക് എന്തിൽ കാണാം? ഫോണിലുണ്ടാവുമല്ലോ അല്ലേ. കൂട്ടുകാരൊക്കെ ഇപ്പം കുറേ വീട്ടിലിരുന്ന് ഫോണിലൊക്കെ കളിച്ചിട്ടായിരിക്കും ഇപ്പോൾ എന്ത് സ്കൂളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ്. അപ്പം എന്താ? പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും. പിന്നെയോ നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. എല്ലാം എവിടെ നോക്കിയാലും നല്ല നീളെ കുളിരൊളി തിങ്ങി നിൽക്കുന്ന എൻ്റെ കേരളം കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ക്ലാസ് കാണണം. അപ്പോൾ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വിശദീകരണങ്ങളും പിന്നെ അർത്ഥങ്ങളും ക്വസ്റ്റ്യൻ ആൻസറുകളും ഒക്കെ ആയിട്ട് വീണ്ടും വരും. ബായ്.